السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. കഴിഞ്ഞ ആയത്തുകളിൽ മുശ്രിക്കുകളുടെ ഒരു ചീത്ത സ്വഭാവം അഥവാ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുക, പരലോകത്തിൽ വിശ്വസിക്കാത്ത സമൂഹങ്ങളിൽ പലതിലും ഇത്തരത്തിലുള്ള ദൂഷിച്ച അനാചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മോശകരമായ ഉപമകളും സാദൃശ്യങ്ങളായിരിക്കും നമുക്ക് ആ സമൂഹങ്ങളെ വിലയിരുത്തുമ്പോൾ ലഭിക്കുക. അതേസമയം അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പോഴാകട്ടെ അത്യുന്നതവും അത്യുത്കൃഷ്ടവുമായ ഉപമകളും സാദൃശ്യങ്ങളുമായിരിക്കും ഉണ്ടായിരിക്കുക. ഉദാഹരണമായി മുശ്രിക്കുകളെക്കുറിച്ച് പറയുമ്പോൾ യാതൊരു ഗുണമോ ദോഷമോ ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളെ ദൈവങ്ങളാക്കി വെച്ചവർ, മക്കളില്ലാത്ത പക്ഷം വിഷമം അനുഭവപ്പെടുന്നവർ, പെൺമക്കളെ വെറുക്കുന്നവർ, സ്വന്തം മക്കളെ കുഴിച്ചു മൂടുന്നവർ എന്നിങ്ങനെയുള്ള വർണ്ണങ്ങളായിരിക്കും പറയാനുണ്ടായിരിക്കുക. ഇന്ന് നാം ജീവിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും അവരുടെ പല അനാചാരങ്ങളും വളരെ മോശമായിരിക്കും. അതേസമയം അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ സർവലോക സൃഷ്ടാവ്, ലോകനിയന്താവ്, മക്കളുടെയോ മറ്റോ ആവശ്യവും ആശ്രയവും ഇല്ലാത്തവൻ, ഇണയും തുണയും ഇല്ലാത്തവൻ, അള്ളാഹുവിനോട് സാമ്യപ്പെടുത്താൻ വേറെ ഒന്നും ഇല്ലാത്തവൻ എന്നൊക്കെയായിരിക്കും വിശേഷിപ്പിക്കാനുണ്ടാകുക. അഥവാ അള്ളാഹുവിൻ്റെ ഏതൊരു ഗുണത്തെക്കുറിച്ച് പറഞ്ഞാലും അത് വളരെ ഉന്നത നിലവാരത്തിലുള്ളതും മറ്റാർക്കും അതിൽ പങ്കില്ലാത്തതും ആയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല പ്രതാപശാലിയാണ്, അഗാധ ജ്ഞാനം ഉള്ളവനും ആകുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.